സർ, ഞാനൊരു കാര്യം, ഒരുപാട് അംഗങ്ങൾ ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ചു സംസാരിച്ചു എന്നിവരോട് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. സഭാ നടപടികൾ ഇവിടെ ചരിത്രത്തിൽ സ്തംഭിപ്പിക്കുന്നത് ആദ്യമല്ല. ഞങ്ങൾ സ്തംഭിപ്പിച്ചു. ഞങ്ങൾ ശബരിമല വിഷയത്തിൽ സമരമാണ്. അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യാൻ. ഞങ്ങളിപ്പോൾ പുറത്ത് സമരം ചെയ്യുക, ഇവിടെ സമരം ചെയ്യും. ഞങ്ങളിവിടെ സമരം ചെയ്തപ്പോൾ ഇവിടെ ചോദ്യോത്തര വേള നടക്കുന്നതിനിടയിൽ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന് മൈക്ക് കിട്ടി. സാർ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടതെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെയാണോ നിങ്ങൾ നിയമസഭയിൽ പെരുമാറേണ്ടത് അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇതെന്തൊരു അച്ചടക്കമില്ലായ്മയാണ്, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ഒരുപാട് പരിഹസിച്ചു. സാർ, അതിനുശേഷം അദ്ദേഹം, ഞങ്ങളുടെ പ്രിയങ്കരിയായ നേതാവാണ് സോണിയാഗാന്ധി, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ഞങ്ങൾക്കെല്ലാം മാതൃതുല്യാണ് സോണിയാഗാന്ധി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാം, ഞങ്ങൾക്ക് മാതൃതുല്യമാണ്, അമ്മയ്ക്ക് സമാനമാണ് ഞങ്ങളുടെ. സാർ, അവരോട് അവരുടെ വീട് റെയ്ഡ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട്ടിൽ ആണ് ശബരിമലയിലെ മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നൊരു മന്ത്രി ഈ നിയമസഭയിൽ പറയാൻ, സാർ, ഞങ്ങൾക്ക് വേദനയുണ്ടായി, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി. സാർ, ഞാൻ ആദ്യം എന്താ ചെയ്തത്? ആ മന്ത്രിക്കെതിരായി പോയി സംസാരിക്കുകയാണോ ചെയ്തത്? ഞാൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ജലമന്ത്രിമാർ അതിൻ്റെ കൂടെ കൂടി. പക്ഷെ ഇദ്ദേഹം വളരെ മോശമായ ഭാഷയിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് ശബരിമലയിലെ സ്വർണമാണ് എന്ന് വരെ അവരെ അധിക്ഷേപിച്ചു. അവർ 80 വയസ്സായ സ്ത്രീയാണ്, അവരെ അധിക്ഷേപിച്ചു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരെ അറസ്റ്റ് ചെയ്യണം, അവരുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സാർ, അവരാരാണ് സാർ? എന്നിട്ട് ഞാൻ പുറത്തുപോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. മാപ്പ് പറയണം, അതാണ് ആദ്യം പറഞ്ഞത്. മാപ്പ് പറയണമെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു മോശമാകും പറഞ്ഞില്ല. സാർ, രണ്ടാമത് ഞാൻ അങ്ങേക്ക് എഴുതി തന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. സോണിയാഗാന്ധിയെ പോലുള്ള ഒരാളെക്കുറിച്ച്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പാവം സ്ത്രീയെക്കുറിച്ച് ഇത്രയും പ്രബുദ്ധമായ ഒരു നിയമസഭയിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, എഴുതി മാറ്റിയില്ല, ഒരു നടപടി അങ്ങ് സ്വീകരിച്ചില്ല. സാർ, ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങളതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു, കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്, അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത ആ പ്രസംഗം കേൾക്കും. അല്ല ഉണ്ടെങ്കിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. പിന്നെ സാർ എന്നിട്ട് ഞങ്ങൾ അത് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട, പണ്ട് അദ്ദേഹം ചെയ്ത കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല, അധിക്ഷേപിച്ചു. അത് സത്യമല്ലേ? അദ്ദേഹം ഇവിടെ ഡെസ്കിൽ കയറി നിന്നും ഇവിടുത്തെ ഈ നിയമസഭ അലങ്കോലപ്പെടുത്തിയ ഒരാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. സത്യമാണ്, അതിലെന്താ അധിക്ഷേപം? അത് പറഞ്ഞു, ശരിയല്ലത്. പക്ഷേ ഇല്ല, ഞാൻ നിങ്ങൾക്ക് വഴങ്ങുന്നില്ല. സാർ, പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല. സാർ, എനിക്ക് പറയാനുള്ളത് അധിക്ഷേപിച്ച് അല്ല പറഞ്ഞത്. എങ്കിലും സാർ ഞാൻ ആ പ്രസ്താവന ഞാൻ 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ, പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി എൻ്റെ പ്രസ്താവന പിൻവലിക്കാം. ഇത് അങ്ങയെ അറിയിക്കുന്നു. സാർ, ഈ നയപ്രഖ്യാപനം ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു.